അലനുറയും ഒരരുവിയിലൊരു ചെറുമണി മരനിഴലിൽ വിൽവിരിച്ചു കസവ തുന്നുമറിയ ചിത്രശലഭം. അലനുറയും ഒരരുവിയിലൊരു ചെറുമണി മരനിഴലിൽ. ഈ പാട്ട് പാടി രാത്രി കിടന്ന് ഉറങ്ങുന്നു, രാവിലെ എഴുന്നപ്പോ കിളി പോകും അല്ലേ? അതല്ല സത്യം. നമുക്ക് ചിലപ്പം കഴിവുണ്ടാവും, പക്ഷെ അവരുടെ മുന്നിൽ എത്തുമ്പോൾ പേടിച്ചിട്ട് ചിലപ്പോൾ ഇതൊന്നും വരൂല. അത് ചില ആളുകൾ അങ്ങനെയാണ്. നമ്മൾ കമന്റുകൾ വായിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരാരും നമ്മുടെ പ്രൊഫൈലോ ഒന്നും എടുത്ത് നോക്കണില്ല നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്. ചേർത്തൊന്നു കൊഞ്ചിച്ചൂടെ എല്ലാരും നിന്നോടെ ഉല്ലാസത്തിലല്ലേ. അച്ഛന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, നീ ആദ്യം പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലിയാക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിന്റെ ഇഷ്ടം ആ സമയത്തും ഇത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോന്ന് വെച്ചാൽ കുറച്ചും കൂടി പോപ്പുലാരിറ്റി ഉണ്ട്. ഇപ്പം പണ്ട് നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സോഷ്യൽ മീഡിയ അത്ര വന്നിട്ടില്ല. നമ്മള് ഓരോ എപ്പിസോഡ്സ് നമുക്ക് യൂട്യൂബിൽ മാത്രമേ കാണുള്ളൂ. ഈ പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ SP സാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട്. അതൊരു മൊമെന്റ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടും കാണുന്നു അവസാനമായിട്ട് കാണുന്നു അവിടെ. വരികൾ കേൾക്കാൻ കഴിയാത്ത ഏറ്റവും വളരെയായിട്ട് വരികൾ കേൾക്കാൻ കഴിയാത്ത സങ്കടങ്ങൾ. സംഗീതത്തിന് അങ്ങനെ ഒന്നും ഇല്ല, എവിടെ വേണമെങ്കിൽ പാടാം. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. ഞാൻ അങ്ങനെ രണ്ടുപേരെ തേടിയുള്ള യാത്രയായിരുന്നു. യാത്ര എത്തി നിൽക്കുന്ന ഒരു കിച്ചൻ്റെ ഉള്ളിലാണ്. കാരണം കിച്ചണിലാണ് ഇവരുടെ കലാപരിപാടികൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടുപേരെ തേടുന്നു. രണ്ടുപേരും എന്നോടൊപ്പം ഉണ്ട്. ഞാൻ പേര് പോലും പരിചയപ്പെടുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാം. നമസ്കാരം. ഈ രണ്ടുപേരെ പ്രേക്ഷകർക്ക് അറിയില്ലേ? തീർച്ചയായിട്ടും അറിയാം. ഞാൻ നിങ്ങളെ ഇൻസ്റ്റയൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നു. മനോഹരമായ കിച്ചണിലുള്ള പാട്ടുകളാണ്. അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ കിച്ചണിൽ തന്നെ ചെയ്യാം, നിങ്ങളുടെ സ്വന്തം കിച്ചണിൽ ഒന്നങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അല്ല എൻ്റെ രീതി. പക്ഷെ നിങ്ങൾ എനിക്ക് വന്നതെന്താണോ, നിങ്ങൾ കിച്ചണിലുള്ള അഭ്യാസമാണ്, നിങ്ങൾ എന്തെങ്കിലും പാചകം ചെയ്യാൻ അറിയാവുന്നതാണെന്നൊക്കെ എനിക്കറിയാം. വെറുതെ ഇങ്ങനെയെന്ന് കണ്ടിട്ട് അച്ഛനെ അമ്മേനെയൊക്കെ പറ്റിക്കുന്നതാണെന്ന് എനിക്കൊന്നും അറിയണം. അല്ലല്ലോ, പാചകത്തിനൊപ്പം തന്നെയാണല്ലേ? ഭയങ്കര എനിക്ക് തോന്നുന്നു ഭയങ്കര ഭാഗ്യമുള്ള ഒരാളല്ലേ ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത്. ഉറപ്പിച്ച് പറയുന്നില്ല അല്ലേ? പ്രണയവിവാഹമായിരുന്നു അല്ലേ? ആദ്യം പ്രണയം പറഞ്ഞ ആരാ? അല്ല ഞാൻ തന്നെ. അതല്ലേ? ആ പ്രണയം തോന്നാനുള്ള കാരണം എന്താ? അല്ല ഞങ്ങളൊരു റിയാലിറ്റി ഷോയില് ഒരുമിച്ച് മറ്റേ അമൃത ടിവിയില്. അപ്പൊ അങ്ങനെ ഞങ്ങളങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ആയിപ്പോയി. അത് പറഞ്ഞുപോയി, ആ റൂട്ട് അങ്ങനെ ആയിപ്പോയി. ആദ്യം തുറന്നു പറഞ്ഞു ഇവിടെ. ആദ്യ പറച്ചിൽ തന്നെ എന്ത് പറഞ്ഞു? വൈഫിന്റെ പേര് എനിക്കറിയായിരുന്നു. പേര് അഞ്ജു. അഞ്ജു എന്താണ് പറയുന്നത്? ഇത് തന്നെയാന്ന് അറിയായിരുന്നു അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ആ റിയാലിറ്റി ഷോയില് ഭാഗ്യരാജിന്റെ പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു? എനിക്ക് ആദ്യം പാടിയ നിലാമലരെ ആണ് ഭാഗ്യൻ ആദ്യമായിട്ട് ആ റിയാലിറ്റി ഷോയിൽ വന്ന് പാടുന്നത്. എനിക്ക് അത് തന്നെയാണ് ഏറ്റവും അത് കരിഞ്ഞു പോകണം നോക്കണേ. കുഴപ്പമില്ല, ഇനി കരിഞ്ഞു പോയിക്കണേ ഇനി അത് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അതുകൊണ്ടാ നോക്കണേ. ഏതാണ്? നിലാമലരെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് ഞാൻ ഇപ്പോഴും കാറിലും എന്തിലായാലും എന്റെ ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ് അത് എപ്പോഴും. അപ്പൊ ഞാൻ എപ്പോഴും പാട്ടിലാണോ പ്രണയം തുടങ്ങിയത്? അല്ല, അങ്ങനെയല്ല. ആ പാട്ടാണ് ഭാഗ്യൻ ആദ്യമായിട്ട് ആ റിയാലിറ്റി ഷോയിൽ വന്ന് പാടുന്നത്. ഇല്ല, ഒരു പരിചയമില്ല. ദിശയിൽ വന്ന അതല്ലേ? ഇവിടെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു? ഇവിടെ ഓർക്കാനില്ല സത്യം പറയാ. ഒരു സെമി ക്ലാസിക്കൽ പാടിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ നമ്മൾ പാട്ടല്ലല്ലോ ശ്രദ്ധിക്കുക. തുറന്നു പറഞ്ഞു ആളെയാണ് ശ്രദ്ധിച്ചത്. പക്ഷെ ഇവിടെ പാട്ടാ ശ്രദ്ധിച്ചോ? അല്ല, ഞാനല്ല ഭാഗ്യയുടെ പാടിയ എല്ലാ പാട്ടുകളും എനിക്ക് അറിയാം. പക്ഷെ അതില് ഫസ്റ്റ് പാടിയ പാട്ട് ഞാൻ ആദ്യമായിട്ട് ആളെ കാണുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് ആ പാട്ടിനോട് ചെറിയൊരു ഇഷ്ടം, അറ്റാച്ച്മെന്റ്. ആ പാട്ടിനോട് പ്രണയം, പ്രണയം. അന്ന് ഇദ്ദേഹം പാടിയ പാട്ട് രണ്ടിൽ ഇവിടെ ഒന്ന് പാടി. അയ്യോ,
നിലാമലരേ നിലാമലരേ പ്രഭാകിരണം വരാറായി സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കെടാതെ നാളമേ നാളമേ ആടൂ നീ നിലാമലരേ നിലാമലരേ പ്രഭാകിരണൻ വരാറായി. അതിലെ വരികളാണ് നാണം നാളം നാളം കെടാതൻ നാളമേ കെടാതെ നാളമേ പാടൂ അല്ല ആളൂ നീ. ആളും. അങ്ങനെ ആളിക്കത്തിയ ഒരു ഭാര്യയാണ്. അതെ 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 വീട്ടിൻ്റെ ഒരു ഐശ്വര്യമാണ്. അതിലേക്ക് ഞാൻ കൊണ്ടെത്തിച്ചു. അതെ അതിലേക്ക് ഞാൻ കൊണ്ടെത്തിച്ചു. പിന്നീട് നിങ്ങളുടെ ഒരു യാത്ര രസകരമായിരുന്നു. വിവാഹം അതെ അതെ. കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കാനല്ല, ഞാൻ തന്നെ ഇളക്കണത്. ചിലപ്പോ മറന്നു പോകും. അത് മറന്നു പോകും. അപ്പൊ എനിക്കല്ല നിങ്ങൾ തരുവുകൾ കഴിച്ചു നോക്കാൻ വേണ്ടി, അപ്പൊ അത് ഞാൻ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണല്ലേ. അതെ അതെ. ഈ പറഞ്ഞ പോലെ വീട്ടിൽ വന്നിട്ട് പിന്നെ നിങ്ങളുടെ ഒരു യാത്രയായിരുന്നല്ലോ. ആദ്യം നിങ്ങൾ ഒരുമിച്ച് പാടിയ പാട്ട് ഏതായിരുന്നു? അതാണ് ഏറ്റവും വൈറലാവും. ആദ്യം ഞങ്ങള് അല്ല അതിനു മുമ്പ് കുറെ പാടിയിട്ടുണ്ട്. അതൊന്നും ആരും ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ ഇതേപോലെ രാത്രി ചുമ്മാ ജസ്റ്റ് ഞങ്ങളിങ്ങനെ ഒരു കുക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് പറഞ്ഞു തന്ന ഒരു പാട്ട് വെറുതെ ഇങ്ങനെ ഇടാം എന്ന് പറഞ്ഞു ഇട്ട്. ചുമ്മാ എൻ്റെ അടുത്ത് കാഷ്വൽ ആയിട്ട് എനിക്ക് ഒരു പാട്ട് പാട് അല്ലെങ്കിൽ നീ ഒന്ന് തുടങ്ങ് എന്ന് പറഞ്ഞാൽ കാഷ്വൽ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചുമ്മാ ഒന്നുമില്ല ഡ്രസ്സൊക്കെ ഇട്ട ഡ്രസ്സോട് കൂടി തന്നെ അങ്ങനെ പാടി. അപ്പൊ ആ ഒരു തമിഴ് പാട്ട്, ഒരു തമിഴ് പാട്ടാണ്. അതാണ് കയറി ആളുകൾ ഏറ്റെടുത്തു. അപ്പൊ ആ മനോഹര തമിഴ് പാട്ട് ഒത്തുങ്ങളെ പ്രഷർ കൊടുത്താലും പിന്നെ തീർച്ചയായിട്ടും അവിടെയാണ് നിങ്ങളെ ഇൻസ്റ്റയില് ആളുകൾ കൂടുകയും ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്യും. ഇങ്ങനെ രണ്ടുപേരുണ്ടല്ലോ. അതെ അതെ. റിയാലിറ്റി ഷോയിൽ അപ്പുറത്തേക്കാണ് ആ പാട്ട്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇട്ട സമയത്ത്. രാവിലെ എടുത്ത് നോക്കുമ്പോ മെസ്സേജും ഫോളോവേഴ്സും എല്ലാം ഇങ്ങനെ ഇത് 50,000 വ്യൂസ് ആയി. അങ്ങനെയൊക്കെ അവർക്കോട്ടെ നമുക്കോട്ടെ. ആ ഒരു തമിഴ് പാട്ടാണ്. അതെ അതെ. നിങ്ങൾ റിയാലിറ്റി ഷോയിൽ പാടിയിട്ടുണ്ട്, അതിന് മുമ്പ് പാട്ട് പാടും. പക്ഷെ ആ ഇൻസ്റ്റയിൽ ഇട്ട ഒരു പാട്ടാണ് നിങ്ങളെ വീണ്ടും ഇതിലേക്ക് പ്രചോദനം. ഇപ്പൊ ഡെയിലി ചെയ്യാറുണ്ട് അല്ലേ? സമയം കിട്ടുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മനോഹരമായ പാട്ടൊന്ന് നമുക്ക് പാടിയാലോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ തെറ്റൊക്കെ ഇവര് തെറ്റിയിട്ടൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിടണം. ഞാനിത് എഡിറ്റ് ചെയ്യേയില്ല. ഒരു വാസമില്ല കിളയിന്മേൽ നറുവാസമുള്ള പൂവേ പൂവാസമതിശയമേ അലകടൽ തந்த മേഘത്തിൽ சிறு துளி கூட உப்பில்லை மழை நீரும் அதிசயமே மின்சாரமில்லாமல் மிதக்கின்ற தீபம் போல் மேனி கொண்ட மின்மினிகள் அதிசயமே உடலுக்குள் எங்கே உயிருள்ளதென்பது உயிருக்குள் காதல் எங்குள்ளதென்பது நினைத்தால் அதிசயமே கல் தோன்றி மண் தோன்றி கடல் தோன்றும் உண்டான காதல் அதிசயம். 16 வயதான பருவத்தில் எல்லோர்க்கும் படர்கின்ற காதல் அதிசயம். സൂപ്പർ. ഈ പാട്ട് പാടി രാത്രി കിടന്ന് ഉറങ്ങുന്നു, ഇൻസ്റ്റയിൽ ഇട്ടിട്ട് രാവിലെ എഴുന്നപ്പോ കിളി പോയി അല്ലേ? അതല്ല സത്യം. സത്യം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നീട് ഇതിലേക്ക് തന്നെ ഒരു കേന്ദ്രീകരണം ഉണ്ടായി അല്ലേ? അതെ. അപ്പൊ ഞങ്ങൾ അടുത്ത പാട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത രണ്ടാമത്തെ പാട്ട് അതാണ് 1 മില്യൺ 2 മില്യണിലേക്ക് പോയത്. അത് നമ്മുടെ കുറച്ച് വൈറലായി നിന്നൊരു പാട്ടാണ്. എനിക്കറിയാം, പക്ഷെ മറ്റേ കുക്കുറുകി ആ പാട്ട്, ആ ഒരു പാട്ട്, ആ പാട്ടാണ് പിന്നീട് വൈറലായത്. അത് ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്സ് ആയിട്ട് ചെയ്തു. ഇപ്പം കുറച്ച് ഹാർമണി ഒക്കെ ചേർത്ത് അങ്ങ് ചെയ്തു. ഈ പാട്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, എല്ലാം വൈറലാ. പക്ഷെ ഞങ്ങൾ അതിൽ കുറച്ച് ഹാർമണി ഒക്കെ ചെയ്തപ്പോ അതൊന്നും കൂടി ഒരു ഇച്ചിരി കൂടി കളറായി അല്ലേ? നമുക്കത് എങ്ങനെയാണ് ഇവിടെ ഇപ്പൊ ചെയ്യാൻ പോണോ? നമുക്ക് അതേപോലെ തന്നെ പാടാം. അതൊന്ന് പിന്നെ ലൈൻ നോക്കണമല്ലോ. അപ്പൊ ഞാനിത് വെറുതെ തേടി വന്നാൽ പ്രഷർക്ക് മനസ്സിലായില്ലേ?
ഇങ്ങനെയുള്ള ആളുകളെ തേടി പോകുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തിയാണ്. നമുക്ക് എപ്പോഴും പാട്ട് കേൾക്കാനാണല്ലോ പ്രേക്ഷകർക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഇവരെ തേടി ഞാൻ ഈ തൃപ്പൂണിത്തുറ എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. സ്ഥലവും അഡ്രസ്സും വീട്ടുകാരൊക്കെ പറയും. പക്ഷേ ഇവർക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അതും ഞാൻ ഇത് കഴിയുമ്പോൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. തുടങ്ങാം. 1 2 3 സ്റ്റാർട്ട്. അലനുറയും ഒരരുവിയിലൊരു ചെറുമണിമര നിഴലിൽ വിൽ വിരിച്ചു കസവ് തുന്നുമറിയ ചിത്രശലഭം. അലനുറയും ഒരരുവിയിലൊരു ചെറുമണിമര നിഴലിൽ വിൽ വിരിച്ചു കസവ് തുന്നുമറിയ ചിത്രശലഭം. മാമുണ്ണ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും, വാവാവോ പാടുമ്പോ ചാഞ്ഞുറങ്ങും. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചായുറങ്ങും. മാറോട് ചേർത്തൊന്നു കുഞ്ചിച്ചൂടെ, എല്ലാരും നിന്നോടെ ഉല്ലാസത്തിലല്ലേ. മാറോട് ചേർത്തൊന്ന് കൊഞ്ചിച്ചു. എപ്പോഴൊക്കെയാ കൊഞ്ചിക്കാറുള്ളത്? ഇടയ്ക്കിടയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക്. സത്യമായിരിക്കണം കേട്ടോ. അതെയോ? കൊഞ്ചിക്കാറുണ്ട്. ഞാൻ കൊഞ്ചിക്കാൻ വേണ്ടി പോയി കൊടുക്കും. അപ്പൊ കൊഞ്ചിക്കും. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വൈഫ് ഉണ്ടാക്കുന്ന ഫുഡ് ആഗ്രഹം ഏതാണ്? ഈ സാലഡ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കും. പിന്നെ ചിക്കൻ കറി, ബിരിയാണി. ഇവരുടെ ആള് കണ്ണൂരാ. കണ്ണൂര് അപ്പൊ മലബാർ ബിരിയാണി ബിരിയാണി ഉണ്ടാക്കും. കണ്ണൂരാണല്ലേ? കണ്ണൂരിൽ നിന്ന് വന്ന് റിയാലിറ്റി ഷോ ഒന്ന് പാടി തൃപ്പൂണിത്തുറക്കാരിയായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ എവിടെന്നാ കിടക്കണമെന്ന് അറിയാം, കണ്ണൂര്. പക്ഷെ കണ്ണൂരുള്ളവരെ ഒരു കാര്യമുണ്ട്, കണ്ണൂർ സ്നേഹിച്ചാൽ ഹൃദയം, പക്ഷെ വെറുത്താലുണ്ടല്ലോ അതാണ് കണ്ണൂരുകാര്. പക്ഷെ കണ്ണൂരുകാർ സ്നേഹിക്കുന്നവരാണ്, സ്നേഹമുള്ളവരാണ് കണ്ണൂരുകാർ. അതിന് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. കണ്ണൂരിൽ അത്രയും ഇഷ്ടമുള്ളതാണ്. അതുപോലെ ഈ ബിരിയാണിയുടെ കാര്യം വന്നപ്പോ തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമല്ലേ? അപ്പൊ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം അല്ലെ? അങ്ങനെ ബിരിയാണി ഏതൊക്കെ ദിവസങ്ങൾ വെച്ച് തരാറുണ്ട്? ആദ്യമൊക്കെ ഞാൻ കുറെയൊക്കെ വെച്ച് കൊടുക്കാറുണ്ടായി. പിന്നെ ഭാഗ്യേന്റെ സ്റ്റൈല് ഈ ഞങ്ങളുടെ കണ്ണൂർ സ്റ്റൈലേ അല്ല. മീൻസ് അവർ കഴിച്ചിട്ടുള്ള ബിരിയാണി ആയാലും ഫുഡ് ആയാലും എല്ലാം ഭയങ്കര ഡിഫറെന്റാ. കുറച്ച് കഴിഞ്ഞാൽ പഴക്കം എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊന്ന് കുറച്ച് ഡൗൺ ആക്കി അല്ലേ? പക്ഷെ വേറെ കേസുണ്ട്. കണ്ണൂര് വേറെ ഇതറിയോ, അവിടെ ഓണസദ്യ എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാണ് അവിടെ ബിരിയാണി? തലേദിവസം ബിരിയാണി ആയിരിക്കും. ഓണത്തിന് മീൻകറി വരും. അങ്ങനെയില്ല, മത്തിക്കറി ഉണ്ടാക്കും. കണ്ണൂരിലെ ഓണസദ്യ കഴിക്കാൻ എനിക്ക് വെജിറ്റേറിയൻ അത്ര ഇഷ്ടം. ഞാൻ അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഓണസദ്യക്ക് ഇപ്പൊ മീൻകറി ഉണ്ടാവും. അത് വലിയ അല്ലേ? അത് ഇവിടെ ഇല്ല, നമ്മുടെ ഇങ്ങോട്ടില്ല. ഇവിടെ ഒക്കെ വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ. അങ്ങനെ കഴിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇവർക്ക് ഫുൾ ഓണാണെങ്കിൽ പ്യുവർ വെജിറ്റേറിയൻ. അതെ, അങ്ങനെയാണ് പോകുന്നത്. ഈ പ്രണയം കഴിഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പ് വീട്ടിൽ അവതരിപ്പിക്കണം അല്ലേ? വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ എങ്ങനെയായിരുന്നു റിയാക്ഷൻ? ആദ്യമൊക്കെ കുറച്ച് ചെറിയ പൊട്ടലും ചിറ്റിലൊക്കെ ഉണ്ടായി. ഇവിടെ വലിയ കുഴപ്പമുണ്ടായില്ല. കടുക് പൊട്ടണ ചെറിയ പൊട്ടൽ, ആ പൊട്ടൽ പെട്ടെന്ന് എടുക്കും. എന്റെ വീട്ടില് കുറച്ച് പൊട്ടിത്തെറിച്ച്. അപ്പോ ഇല്ല, അച്ഛന് ആ സമയത്ത് എനിക്ക് ജോലിയില്ല. അപ്പൊ അച്ഛന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, നീ ആദ്യം പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലിയാക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിന്റെ ഇഷ്ടം, ആ സമയത്തും ഇത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതി. അപ്പൊ പിന്നെ എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഇങ്ങോട്ടേക്കായി. കുത്തിയിരുന്ന് പഠിച്ച് ഞാനൊരു ജോലിയാക്കി. ഞാനിപ്പോ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവർക്കൊന്നും പറയാനില്ല, ഞാൻ പ്രൊസീഡ് ചെയ്തു. ജോലിയായി. ഞാൻ ജോലി കയറി നെക്സ്റ്റ് മന്ത് തന്നെ ഇവര് വന്നു. അങ്ങനെയൊക്കെ. ഇവിടെ എനിക്ക് അപ്പൊ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവര് കുറെ ഓപ്ഷൻസ് കാണിച്ചു. അതെനിക്ക് അത്ര നമുക്ക് ഇതുള്ളതുകൊണ്ട് അതൊന്നും പിടിക്കുന്നില്ല. ലാസ്റ്റ് ഇവർക്ക് പഠിത്തപ്പോ ഞാൻ ഇത് എടുത്തിട്ട് അപ്പൊ അവർ ഓക്കെ. നിങ്ങൾ കാണിക്കുന്ന ഫോട്ടോ കാണിച്ച് വിഷമിക്കേണ്ടത് ഇത് ഇവിടെ കാണിച്ചു കൊടുത്ത് കല്യാണം ഓക്കെ ആയി. എനിക്ക് കണ്ണൂർ പിന്നെ കണ്ണൂരിൽ നിന്നുള്ള നമ്മളൊരു പെൺകുട്ടിയും കൂടി വിടുമ്പോൾ അവരുടെ ദൂരം അതൊക്കെയാണല്ലോ കൂടുതൽ അച്ഛനമ്മമാരൊക്കെ ശ്രദ്ധിക്കുന്നത്. പിന്നെ അവിടുത്തെ ഒരു സ്റ്റൈലില് കല്യാണം കഴിച്ചാൽ പയ്യൻ ആ വീട്ടിൽ നിന്നുള്ള ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. മുസ്ലിം ഫാമിലിയിലുള്ള നിങ്ങളുടെ ഫാമിലിയിലുണ്ടോ? ഇല്ല, കല്യാണം കഴിഞ്ഞ പെണ്ണ് ചെക്കന്റെ വീട്ടിലോട്ട് പോകുന്നു, അങ്ങനെയൊക്കെ തന്നെ. ആ മുസ്ലിം ആ കൾച്ചർ അല്ല, തിരിച്ചാണല്ലോ. അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് തൃപ്പൂണിത്തുറക്കാരിയായി കൂടി. തൃപ്പൂണിത്തുറ എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ഫേമസ് ആകാറുണ്ട് അല്ലെ? അത്തച്ചമയത്തിന്റെ നാടുകൾ. ഓണം വന്നാൽ ആഘോഷിക്കുന്ന തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ ഇല്ലെങ്കിൽ ഒരു ആഘോഷമില്ല. ഓണം വിളിച്ചറിയിക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. അത് ഒരു എങ്ങനെയാണ് അത് ഓർത്തെടുക്കുന്നത്? ആദ്യ ഓണം ഇല്ല, ആദ്യ ഓണം കൂടെ വരുമല്ലേ? അതെ, ആക്ച്വലി ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആകുമ്പോഴത്തേക്കും പിന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ ഫാദർ മരിച്ചുപോയി.
അപ്പം അത് കാരണം ആ ഒരു വിഷുവിൻ്റെ സമയത്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓണത്തിനെക്കാട്ടും അവിടെ വിഷുവാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ എൻ്റെ നാട്ടിൽ. ഓണം ഉണ്ട് ശരിയാ, എല്ലാവരും ആഘോഷിക്കുന്ന പോലെ ഞങ്ങൾ പൂവൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആഘോഷിക്കും. പക്ഷെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്ക് കണക്കിന് പടക്കം മറ്റേ പൂത്തിരി അതൊക്കെ കത്തിച്ച് പൊട്ടിച്ച് അങ്ങനത്തെ ഒരു സെലിബ്രേഷൻ അവിടെ. അപ്പം അച്ഛനാണെങ്കിലും അതെ, അച്ഛൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, അച്ഛൻ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു വിഷു. അപ്പം ഞാൻ എപ്പോഴും ഭാഗ്യട്ടോ ഓണം വേണേ നിങ്ങളുടെ സൈഡിൽ ആഘോഷിക്കാം, പക്ഷെ വിഷു എന്ത് പറഞ്ഞാലും എൻ്റെ വീട്ടിൽ ആഘോഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചൊരു ഡയലോഗായിരുന്നു. അപ്പം പക്ഷെ വിഷു എത്തുന്നതിന് മുന്നേ അച്ഛൻ പോയി. അപ്പം ആദ്യ വിഷു ആകുമ്പോഴത്തേക്കും അച്ഛൻ പോയായിരുന്നു. അപ്പം എനിക്ക് ഇപ്പോഴും ഭയങ്കര വിഷമം, എന്താണ് നമ്മുടെ നാട്ടിലെ വിഷു, ശരിക്കുള്ള വിഷു എന്ന് കാണിച്ചു കൊടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ഇല്ല, കാരണം അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു വിഷു അത് സെപ്പറേറ്റ് ആണ്, അത് ഒരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് വിഷു ആണ് മെയിനായിട്ടും. പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഓണം ഈ പറഞ്ഞ മാതിരി ഓണത്തിന് നമ്മളെല്ലാവരും പുറത്തിറങ്ങുന്നു, പോയി പൂ വാങ്ങുന്നു, മറ്റേ മാതേവിനോ അതൊന്നും നമുക്ക് അവിടെ ഇല്ല. ഇല്ല, അങ്ങനെ ഞാനതിനെ പുട്ടുംകുറ്റി എന്നൊക്കെ പറയും, ഓണത്തപ്പൻ. അപ്പം അത് വെക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല. അപ്പം ഇവിടെ ഉണ്ടായിരുന്നപ്പം അതൊക്കെ വെച്ച് അതൊക്കെ ഒരു സെപ്പറേറ്റ് ഫീലായിരുന്നു. പിന്നെ ഈ ഇപ്പം ഹൗസ് വാമിങ് കഴിഞ്ഞു, അപ്പോഴും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെയാണ് ഓണസദ്യയൊക്കെ ആക്കി എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അതൊക്കെ നല്ല രസം തന്നെ. ഈ നിങ്ങളുടെ ഈ പാട്ടിന്റെ സമയത്ത്, റിയാലിറ്റി ഷോ സമയത്ത് നിങ്ങളുടെ പ്രണയം ഉണ്ടല്ലോ, അത് ആദ്യം കണ്ടുപിടിച്ച സുഹൃത്തുക്കളാരാ? നമ്മുടെ കൂടെ ഇപ്പൊ അവര് സ്റ്റാർ സിംഗറിൽ പാടുന്നുണ്ട്. ഇപ്പൊ ഈ പുതിയ സ്റ്റാർ സിംഗറിൽ ദീപു ദിൽരാജ് ഇപ്പൊ ഭയങ്കര വൈറലായിട്ട്. അവർ രണ്ടുപേരും നിങ്ങളുടെ പ്രണയം കണ്ടുപിടിക്കാൻ നിങ്ങൾ പറയണോ? ഇത് അവർക്ക് മനസ്സിലായി ഇങ്ങനെയാണെന്ന്. ഇത് ആ റൂട്ട് തന്നെ പോള്. പിന്നെ ധനുഷ, ഇവരൊക്കെയാണ് കണ്ടുപിടിച്ചത്. ആ സമയത്ത് ഒരു രസമായിരുന്നു നമുക്ക് റിയാലിറ്റി ഷോയ്ക്ക് പോകുമ്പോൾ. അന്നത്തെ പോലെ അല്ല ഇപ്പൊ റിയാലിറ്റി ഷോക്ക് ഒത്തിരി മാറ്റമുണ്ട്. അന്ന് നിങ്ങൾ വന്ന സമയത്ത് റിയാലിറ്റി ഷോ ഒന്നുമില്ല. അമൃതയിലെ റിയാലിറ്റി ഷോ ഒക്കെ ആളുകൾ കാണാറുണ്ട്. ഒത്തിരി റിയാലിറ്റി ഷോ ഒന്നും ഇപ്പോൾ ഉള്ള റിയാലിറ്റി ഷോ ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാ കാണുന്നത്? ഇപ്പോന്ന് വെച്ചാൽ കുറച്ചും കൂടി പോപ്പുലാരിറ്റി ഉണ്ട്. ഇപ്പം പണ്ട് നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സോഷ്യൽ മീഡിയസിൽ അത്ര വന്നിട്ടില്ല. നമ്മൾ ഓരോ എപ്പിസോഡ്സ് നമുക്ക് യൂട്യൂബിൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മളിപ്പോ ഫോൺ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മുന്നിൽ അത് എത്തുന്നുണ്ട്, ഓരോ എപ്പിസോഡ്സ് എത്തുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഈ പറഞ്ഞതുപോലെ പാട്ടുകൾ പല സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ടല്ലേ? സ്റ്റേജിൽ നിങ്ങൾ ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ടോ? അത് ഏതാണ് ആദ്യത്തെ സ്റ്റേജ്? സ്റ്റേജിൽ ഞങ്ങൾ കല്യാണം കഴിച്ച് വന്നു. എനിക്ക് ആക്ച്വലി ഒരു ബാൻഡുണ്ട്, സ്വന്തമായിട്ടൊരു ബാൻഡുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഫ്രീ ഉള്ളപ്പോൾ അഞ്ചു വന്ന് പാടാറുണ്ട്. ഫീമെയിൽ സിംഗറിൻ്റെ ഒരു ചോദിക്കുമ്പോൾ ആൾ വന്ന് പാടാറുണ്ട്. അങ്ങനെ ഒരുപാട് ഷോ ഞങ്ങൾ ചെയ്യാറുണ്ട്. ആദ്യം നിങ്ങൾ ഒരുമിച്ച് ചെയ്ത സ്റ്റേജ് ഷോ അത് കുറേ സ്റ്റേജ് ചെയ്തുകൊണ്ട് ഓർത്തെടുക്കാൻ പറ്റണില്ല. ഏകദേശം കല്യാണം കഴിഞ്ഞ് പിന്നെ തുടങ്ങി അങ്ങോട്ട്. കല്യാണം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഒരുമിച്ച് സ്റ്റേജ് ഷോ? അത് ആദ്യം സ്റ്റേജ് ഷോ ഓർക്കുന്നില്ല? ഇല്ല. ഏത് സ്റ്റേജ് ഷോയ്ക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഒരു കയ്യടി കിട്ടിയത്? നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് പാടുന്നത്? അതായത് ആളുടെ ബാങ്കിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു, ഗാങ്ടോക്കിൽ. അല്ല, ആദ്യം ലക്ഷദ്വീപിൽ വെച്ചിട്ട്. ലക്ഷദ്വീപിൽ വെച്ച്, അതായത് അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ബാങ്കിൽ നിന്ന് അവർ പറഞ്ഞു, നിങ്ങൾ എന്തായാലും നിങ്ങളെ രണ്ടുപേരെ സിംഗേഴ്സ് അല്ലേ, നമുക്ക് അവിടെ ഒരു ഇവന്റ് ചെയ്യാമെന്ന്. അങ്ങനെ അവിടെ ചെയ്തപ്പം എൻ്റെ ബാങ്കിൻ്റെ തന്നെ MD ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ സാർ എന്നെ വിളിച്ചിട്ട്, അവിടെ ഒരുപാട് MP-മാരും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നല്ല അപ്രീസിയേഷൻ തന്നു. അത് കഴിഞ്ഞ് MD ഞങ്ങളെ ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു എല്ലാ ഹയർ ഒഫീഷ്യൽസൊക്കെ വരുന്ന അവാർഡൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിലേക്ക് അത് ഗാങ്ടോക്കിൽ വെച്ചായിരുന്നു നടക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു സാറ്. എനിക്ക് ആക്ച്വലി ഈ ഒരു ഇതുകൊണ്ട് എനിക്ക് എൻ്റെ ബാങ്കിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക, ഇത് കുറച്ച് ആൾക്കാരൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അവിടെ ഷോസ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഭാഗ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ എല്ലാവർക്കും അറിയാം. കാനറ ബാങ്കിലാണ്. അന്ന് പോയി അന്ന് സ്റ്റേജിൽ പാടി, ഈ സ്റ്റേജിൽ നിങ്ങൾ ഒരുമിച്ച് പാടിട്ട് ഏറ്റവും കൈ കിട്ടിയാണ് പാട്ട് ഏതായിരിക്കും? അന്ന് കുറുക്ക് സിർത്തവള, റഹ്മാൻ സാറിന്റെ. പിന്നെന്താ, കമ്പഞ്ചങ്ക വിഴുന്ന മാതിരിയ കണ്ണുക്കുള്ള നുഴഞ്ചൊരു തരിയ കുടിയെ വിട്ട് കുതിച്ച മല്ലികയെ ഒരു മൊഴി സിരിച്ച് പേസടിയ വായമേല വായ വച്ച് വാർത്തകളെ ഉറിഞ്ചി പൊട്ട വിരല വച്ച് അഴുത്തിയ കഴുത്തില കൊളുത്തിയ വെപ്പമെന്നും പോക
போகல. அடம் போல சிவப்பு இல்ல, கனம் கால் கூட கருப்பு இல்ல, நீ தீண்டும் இடம் தித்திக்குமே, இனி பாக்கி உடம்பு செய்ய வேண்டும் பாக்கியமே. குறுக்கு சிறுத்தவளே, என்ன குங்குமத்தை கரைச்சவளே, நெஞ்சில் மஞ்சள் தேய்ச்சி குளிக்கையில் என்ன கொஞ்சம் பூசுதையா, உன் கொலுசுக்கும் மணியக என்ன கொஞ்சம் மாத்துதையா. ഇതാണ് അല്ലേ? ഈ പാട്ടാണ് ഏറ്റവും കൈയ്യടി കിട്ടിയത്. പല സ്റ്റേജുകളിൽ പോകുമ്പോൾ ഇത് പാടാൻ പിന്നെ ഒരുപാട് സ്റ്റേജ് ഞങ്ങൾ ഇത് പാടിയിട്ടുണ്ട്. ഇത് പാടിയിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എന്റെ അച്ഛൻ സിംഗറാണ്, മ്യൂസീഷ്യനാണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരും മ്യൂസീഷ്യൻസ്. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകളൊന്നും എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. അച്ഛൻ കൂടുതൽ വിമർശിക്കാറുള്ളൂ, കാരണം അവിടെ പോയിട്ടുണ്ട് അത് ശരിയായിട്ടില്ല, സംഗതി ശരിയായില്ല. അപ്പൊ അത് ശരിയായിരിക്കാം, ഞാൻ പാടുമ്പോ ചിലപ്പോ മിസ്റ്റേക്കുകൾ പറ്റും, അത് ഇങ്ങനെ പറഞ്ഞു തരും ഞങ്ങൾക്ക്, ഇന്ന സ്ഥലത്ത് ശരിയല്ല, ഇന്ന സ്ഥലത്ത് പിച്ച് ഔട്ട് ആയിട്ടുണ്ടെന്നൊക്കെ. അപ്പൊ അങ്ങനെ അപ്പന് കൂടുതൽ മറ്റേ കണ്ണേ കലയമാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. കണ്ണേ കലൈമാനേ കണ്ണിമയിലന് കണ്ടേനുനായി, കണ്ണേ കലൈമാനേ കണ്ണിമയിലന് കണ്ടേനുനാനേ, அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனே இதைத்தான் கேட்கிறேன். ராரிராரோ ஓராரிரோ, ராரிராரோ ஓராரிரோ, கண்ணே கலைமானே கன்னிமயிலே കണ്ടേനുനെ നാനേ. ഇതാണ് അച്ഛൻ ഏറ്റവും അച്ഛൻ എപ്പോഴും പാടും. അപ്പനും അതെ, എന്റെ അച്ഛനും അതെ, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് രണ്ടുപേരും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട്. അഞ്ചിന്റെ അച്ഛനും പാടും. വീട്ടിൽ വേറെ ആരെങ്കിലും പാടുമോ? അല്ല, അച്ഛൻ തന്നെയാണ് എല്ലാത്തിനും. ഇവിടെ എല്ലാവരും അച്ഛന്റെ ചേട്ടന്മാർ മ്യൂസീഷ്യൻസ്, അവര് മ്യൂസിക് ടീച്ചേഴ്സ് ആണ്. അങ്ങനെ അനുജനും പാടും, എല്ലാരും പാടും. അപ്പൊ നിങ്ങൾ ഒത്തുകൂടിയ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഒത്തുകൂടിയ ഭയങ്കര രസം. നമുക്കൊക്കെ അസുഖമുള്ള പാട്ടുകാരെ കാണും. ഞങ്ങൾ മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും. പാട്ട് പാടാൻ കഴിവുണ്ട് നമുക്ക് എവിടെ ഏത് സ്റ്റേജും കയ്യിലെടുക്കാമല്ലോ. സത്യം അല്ലേ? അതൊരു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. ചില ദിവസം രാത്രിയിലൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന്, അല്ലെങ്കിൽ നമ്മളിപ്പം വേറെ എവിടെയെങ്കിലും പോയി മൂന്നാറിലൊക്കെ പോയി, നമുക്ക് മൂന്നാറിൽ പോകുന്നുണ്ട്, അന്ന് രാത്രി അവിടെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരേ പാട്ടായിരിക്കും. എത്ര മണി വരെ ഒന്നുമില്ല, എത്ര മണിയൊന്നുമില്ല, പാടി പാടി അറിയാത്ത പാട്ട് വരെ അറിയാത്ത പാട്ട്, സെമി ക്ലാസിക്കലായിരിക്കും കൂടുതൽ പിടിക്കുക. അങ്ങനെ പാടി പാടി ഈ സ്വരങ്ങളൊക്കെ ഉള്ള കുറെ പാട്ടുകളാണ്. അതൊക്കെ ഇങ്ങനെ അങ്ങനത്തെ പാട്ട് ഏതാണ്? മറ്റേ വേർഡ്സ് ഒക്കെ തെറ്റായിരിക്കും, പക്ഷെ മറ്റേ തുമ്പടി മഷ അങ്ങനത്തെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രൈ ചെയ്തവരെ ഏതായാലും കുഴപ്പമില്ല. ശ്രീനിധികൾ പാടാം. ഏഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ, ഓരിൻ കരളിലാകവേ മലയ സാനുവിൽ നിറനിലാവു പോ വരിക. ഏഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ, സരിമ സരിമപ സരിമ പനി സരിമ പനി സ സരിമ പനി സരി ക്രിമ പനി സരിമ പാ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളെ തേൻ കുളിമൊഴിയേ അരിയൊരിയൂ ഞാൻ അതിലിരുന്നാടൂ കനകലിപികളിൽ എഴുതിയ കവിത തന്നഴകിടും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ.
ഇതൊക്കെ പാടണമെങ്കിൽ അല്ലേ സാധാരണ പോലെ അല്ലല്ലോ ഈ പാട്ടുകൾക്ക് നല്ല ഹൈപ്പിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. നിങ്ങൾ രണ്ടുപേരും മത്സരിച്ച് പാടുന്ന പാട്ടാണ്. ഇപ്പം നമ്മൾ മത്സരിച്ച് പാടുന്ന പാട്ടുകളുണ്ട്. നമുക്ക് ഏത് പടം എനിക്ക് പെട്ടെന്ന് ഓർത്തു വരുന്ന പടം മുരളീചേട്ടനും മനോജ് കൂടെ ആ പടം ഏതാണ് എനിക്ക് അന്തിക്കിടപ്പുറം പോലെ അങ്ങനത്തെ നിങ്ങൾ പാടുന്ന അങ്ങനെ നിങ്ങൾ മത്സരിച്ച് പാടുന്ന ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ കരിഞ്ഞോ? ഇല്ല ഞാനത് ഓഫ് ചെയ്തിരുന്നു. ഓഫ് ചെയ്തായിരുന്നു ഓഫ് എനിക്കറിയാം അതല്ലേ കരിഞ്ഞു പോവാം. കരിഞ്ഞോന്ന് അറിയാമല്ലോ. അങ്ങനെ മത്സരിച്ച് പാടുന്ന പാട്ടുകളുണ്ടല്ലോ. നിങ്ങൾ രണ്ടും മത്സരിച്ച് പാടുന്ന പാട്ടാണ്. ഞാൻ തുടങ്ങണ എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം നുകരാം ഞാൻ, മാസ്മര മധുരം നുകരാം ഞാൻ. സൂപ്പർ സൂപ്പർ. ഈ മോളൊക്കെ ഉറക്കുന്ന സമയത്ത് പാട്ടൊക്കെ പാടിക്കൊടുക്കാറുണ്ട്. അത് ഏത് പാട്ടാണ് പാടിക്കൊടുക്കാറ്? അവളുടെ ഫേവറേറ്റ് ഒന്നുകിൽ ചാഞ്ചാടി ആടി പാടിക്കൊടുക്കും, അല്ലെങ്കിൽ മറ്റേതായിരുന്നു സ്ഥിരം പാടിക്കൊണ്ട് ഉണ്ണി വാവാവോ. ഉണ്ണി വാവാവോ സ്ഥിരം പാട്ടാണ്. മോക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? ഉണ്ണി വാവാവോ. ഉണ്ണി വാവാവോ ഇഷ്ടമാണ് അവൾക്ക്. അത് കേട്ടാണോ ഉറങ്ങുന്നത് എപ്പോഴും? അവള് പിന്നെ ഞാൻ എൻ്റെ ആദ്യമായിട്ട് ഞാൻ പാടിയ ഒരു ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു പേര്? അല്ല ഷൈൻ്റെ തുടക്കം. അയ്യോ ഞാൻ മറന്നുപോയല്ലോ. ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അയ്യോ എന്തായിരുന്നു അമ്മ എന്തായിരുന്നത്? അയ്യോ എന്നൊക്കെ അയ്യോ ഏതെങ്കിലും ഒരു പാടുകള് പാട്ട് കിട്ടണമല്ലോ. അതെ അതെ കിട്ടണം. പാടില്ല പാട്ട്. ഒരു മിനിറ്റ്. അമ്മക്കുയില് ഒന്ന് പാടുമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ സ്ഥിരം അവളെ മറ്റേ അവളെ തൊട്ടില്ല ഉറങ്ങുന്നത്. അപ്പൊ ആട്ടുമ്പം ഞാൻ അത് പാടിക്കൊടുക്കും. അത് രാരിരാരിരോ രാരിരാരിരോ രാരിരാരിരാരോ അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞ പാലിൽ ഒന്നു നീരാടിക്കോട്ടെ, ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ, നിന്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ, ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ, നിന്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ. രാത്രി പകലായി മാറ്റും ഞാനീ രാജമല്ലി മരച്ചോട്ടിൽ, രാക്കുയിലായി പാടിയ പാട്ടിലെ രാജകുമാരിയല്ലേ ഞാൻ, രാജമെങ്ങമ്മേ സൗഭാഗ്യനാളെങ്ങമ്മേ അമ്മക്ക്. അങ്ങനെ ഇങ്ങനെ പോവാണ്. അതൊരു ആൽബം സോങ്. ഈ കണ്ണൂർ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അയ്യോ ഭയങ്കര രസമായിരുന്നു. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിന് വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി സ്കൂളിൽ നിന്നായാലും, സ്കൂളിലും ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഒരുപാട് നല്ല സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ സ്കൂളിലെ കോമ്പറ്റീഷൻ തന്നെ സബ് ജില്ലേനെക്കാട്ടും കുറച്ചും കൂടി ഹയർ ആണ് അതിന്റെ. അത് നല്ല അവരെല്ലാരും കൂടെ ഇപ്പം ഗ്രൂപ്പ് സോങ് പാടാനായാലും കോമ്പറ്റീഷൻ ടൈമിൽ കോമ്പറ്റീഷൻ മൈൻഡും, അല്ലാത്ത സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇതുപോലെ കൂടിയിരുന്ന് ഞങ്ങൾ പാട്ടുകളൊക്കെ പാടാറുണ്ട്. ഗ്രൂപ്പ് സോങ്ങിന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രൂപ്പ് സോങ് ഒന്നും ആയിരിക്കില്ല പാടില്ല, ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ പാടിയിരിക്കും. അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. റേഡിയോയില് ആകാശവാണിയില് ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ്. അവിടെ കണ്ണൂരായിരുന്ന സമയത്ത്. അത് ചെറുപ്പത്തിൽ ഞാൻ കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 18 വയസ്സോ അങ്ങനെ എന്തോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തു. അപ്പം തൊട്ട് ഞാൻ ആകാശവാണിയിൽ ലളിതഗാനം ഒക്കെ പാടുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ഗുരു രാജീവ് മാഷാണ്. അത് കഴിഞ്ഞ് പിന്നെ 2-3 ടീച്ചേഴ്സൊക്കെ മാറി മാറി വന്നു. പിന്നെ അവസാനമായിട്ട് ഞാൻ പഠിച്ചത് അവിടെ ശങ്കരൻ നമ്പൂരി സാറുണ്ട് പാട്ട്, സാറിൻ്റെ കീഴിലാണ് ഞാൻ.
അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാങ്കിൽ കയറിയതിന് ശേഷം തന്നെ ഇപ്പം അങ്ങനെ പഠിക്കുന്നില്ല. ഇപ്പം ഒട്ടുമില്ല. അറിയാവുന്ന കഴിവശം മുന്നോട്ട് പോകും. എല്ലാ കഴിവച്ചും അങ്ങോട്ട്. ഈ കണ്ണൂർ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പക്ഷെ അതൊന്നും വരുന്നില്ല. എത്ര നേരം സംസാരിച്ചിട്ടും ഒന്നും വരുന്നില്ല. ഉണ്ട്, വരും. അതിലിടയ്ക്ക് പോയി നീ വന്നീന് അത് പറയല്ലേ ഇഷ്ടായിന് അതൊക്കെ വരും. അതൊക്കെ വരും. അത് കണ്ണൂരുകാരോടെ സംസാരിക്കുന്നെങ്കിൽ എനിക്ക് കണ്ണൂർ ഭാഷ പക്കയായിട്ട് വരും. അപ്പൊ ആദ്യമൊക്കെ മനസ്സിലാവുമായിരുന്നു. എനിക്കൊന്നും മനസ്സിലായി, ആദ്യം ഒന്നും മനസ്സിലായില്ല. ഇവരെന്ത് കണ്ണൂർ ഭാഷ പാട്ട് പാടുമ്പോ അതില്ലല്ലോ. അതില്ല, പാട്ട് പാടുമ്പില്ല. പാട്ട് പാടുമ്പോ ഇല്ലോ, അത് അച്ചടി ഭാഷയിൽ എന്താണ് പാടിയിരിക്കുന്നത് അതുപോലെ പാടാൻ ശ്രമിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് എന്താണ് പാടിയിരിക്കുന്നത് അതുപോലെ പാടാൻ ശ്രമിക്കും. അതുകൊണ്ട് മനസ്സിലായി. ചില വാക്കുകൾ ഇപ്പോഴും പിടികിട്ടില്ല. എന്താ പറഞ്ഞത് രണ്ടാമത് ഞാൻ ചോദിക്കുക. അത് വഴക്കായിരിക്കും. അല്ല, ചിലപ്പോ എന്റെ നാട്ടില് വരുമല്ലോ, അപ്പൊ എന്റെ നാട്ടിൽ അഞ്ചിന്റെ അമ്മ സംസാരിക്കാൻ ചിലപ്പോ മനസ്സിലാവില്ല. അതാണ് ഇപ്പൊ എനിക്കിവിടെ ഇത്ര സംസാരിച്ച അങ്ങനെ എനിക്ക് ഒരു പ്രശ്നം തോന്നിയില്ല. സാധാരണ എത്ര മാറിയാലും ഇങ്ങോട്ട് വരുമ്പോ കുറെ സാധനങ്ങള് ഞാൻ മാറ്റിയെടുത്തതാ. കളിയാക്കി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന യാത്ര ഏതാണ്? ഞങ്ങള് ഊട്ടി പോയത്. അതായത് ഇന്ന് ഇങ്ങനെ സ്ഥലങ്ങൾ കാണണം അങ്ങനെയൊന്നല്ല. നമ്മൾ ഒരു ദിവസം നമുക്ക് വെറുതെ പോവാന്ന് പറയാം. അതെ, മിക്ക യാത്രകളും അങ്ങനെ പോയി. അവിടെ എത്തിയപ്പോ ഞങ്ങള് ഓയോലോ ബുക്കിങ്ങിലോ അങ്ങനെ എന്തെങ്കിലും ബുക്ക് ചെയ്യുന്നു, അവിടെ പോകുന്നു, ആ റൂമിൽ ഒന്ന് അടിച്ചു പൊളിക്കുന്നു. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? ആദ്യം ഒരു പ്ലാൻ കാറിൽ തന്നെ കിടന്നുറങ്ങുക എന്നുള്ള പ്ലാനില്ല. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അത് പിന്നെ സേഫ് അല്ലാന്ന് വിചാരിച്ച ഞങ്ങൾ റൂം എടുത്തു. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഇപ്പൊ 8 വർഷമായി. 8 വർഷമായിട്ട് ഒരു നല്ലൊരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാട്ടുകൾക്ക് ഒരു കുറവുമില്ലാതെ കിച്ചണിൽ, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. കുറെ ആളുകൾ പല രീതിക്ക് ചെയ്യുന്നവരുണ്ട്. അല്ല, അതില് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. നിങ്ങൾക്ക് കിച്ചണിൽ മാത്രമേ പാടാൻ അറിയുള്ളൂ എന്നൊക്കെ. ഇവരാരും നമ്മുടെ പ്രൊഫൈലോ ഒന്നും എടുത്ത് നോക്കണില്ല നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കണെന്നോ. അപ്പൊ കാണുന്ന ഒരു ജസ്റ്റ് ഫോണിലാണല്ലോ കമന്റ് അടിക്കുക. കാണുന്നുണ്ട്. നമുക്കതാണ് വേണ്ടത്. അത്ര പാട്ടിന് സംഗീതത്തിന് അങ്ങനെ ഒന്നും ഇല്ല, എവിടെ വേണമെങ്കിൽ പാടാം. പാടാറുള്ളൂ. അതിനേക്കാളൊക്കെ എത്രയോ ഭേദം. അങ്ങനെ പറയാറുണ്ട് പാട്ടിന്. ഞാൻ പാടില്ല, അതിലൊക്കെ എത്രയോ പവിത്രമായ സ്ഥലത്ത്. അത് ചില ആളുകൾ അങ്ങനെയാണ്. നമ്മള് കമന്റുകൾ വായിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഞാനൊക്കെ എന്നെ പരിപാടി എടുത്ത് കമന്റുകൾ വായിക്കാനേ പാടില്ല. നമ്മള് ആളുകൾക്ക് സന്തോഷമാണ് ഒരു പാട്ട് കേൾക്കാന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. നമുക്ക് പാട്ടിലൂടെ ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ അതാണ് നമ്മൾ കാണണ്ടല്ലേ. ഞങ്ങളിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഞങ്ങൾ ഒരുപാട് കമന്റ്സും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നന്നായി പാടുന്നു, നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നാള് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടന്റ് എങ്ങനെയാണ്? ഡെയിലി ഉണ്ടോ? ഇല്ല, ഒന്നരാടെ നമുക്ക് തോന്നുമ്പോ അങ്ങനെയുള്ളൂ. ഇപ്പൊ ചിലപ്പോ നമ്മൾ ആ പാട്ട് ചിലപ്പോ പ്രാക്ടീസ് ചെയ്യായിരിക്കും, അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഇടും, അത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഓഫീസ് കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ നല്ല ലേറ്റ് ആവും. ഒരു 8 മണി 8:30 ആവുമെങ്കിൽ അപ്പോഴും ഞാൻ മിക്കവാറും അത് കഴിഞ്ഞ് കിച്ചണിൽ തന്നെ ആയിരിക്കും. മകനെ പറയും ഒരു പാട്ട് പാടാം, അപ്പൊ കിച്ചണിൽ തന്നെ അങ്ങനെയാണ് തുടങ്ങിയത്. പാടി തുടങ്ങി. ചില ദിവസം നല്ല ടയേർഡ്. അല്ല, വേറെ ടീച്ചറിനടുത്ത് പഠിക്കും. അപ്പം എന്തായാലും സന്തോഷം. എനിക്ക് ഒരു 2 പാട്ടും കൂടെ കാണാം. തീർച്ചയായിട്ടും. ഒരു ഹിന്ദി പാട്ട് ഞാൻ കേട്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു. ഹിന്ദി പാടിയിട്ടുണ്ടല്ലോ ആ പാട്ട്. അവിടെ നിന്ന് പാടിയില്ലേ പൊന്നിന് കഞ്ഞി കൊടുത്തപ്പോ? ഞാനത് ശ്രദ്ധിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് പാടിക്കോ. എങ്ങനെയാണ് അതിൽ പാടിയ പോലെ? എനിക്കതിന്റെ വേർഡ്സ് ശരിക്കും तू होगा जरा पागल तूने मुझको ही चुना, तू होगा जरा पागल तूने मुझको ही चुना, कैसे तूने अनकहा सब सुना, तू होगा जरा पागल तूने मुझको ही चुना. അത് കഴിഞ്ഞിട്ടുള്ള വേർഡ്സ് എനിക്ക് ഞാൻ വേറൊരു ഇൻസ്റ്റയിൽ പാട്ടുണ്ട്. നമ്മള് എനിക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ തൊട്ടൊരു ഭക്തിഗാനം എന്തായിരുന്നു അതല്ല, നമ്മുടെ
ആകാശ താമര അത് അത് അതേ ആ രാഗത്തിലുള്ള ശരിക്കും കീർത്തനമാണിത്. ഏതായിരുന്നു? വേറെ കീർത്തനമാണ്. ഇതല്ലായിരുന്നു അത്. ആ, അതെ. ഇതല്ലായിരുന്നു അത്. അല്ല അതായത് അതേ രാഗത്തിൽ തന്നെ അതേ അതേപോലെ ട്യൂണാണ് ആ തുടങ്ങി പല്ലവിയിൽ വെച്ചിരിക്കുന്ന പാടുക. പല്ലവിയിൽ അങ്ങനെയാണ്. രവീന്ദ്ര മാഷിന്റെ പാട്ടാണ് ഞാൻ ചുമ്മാ അത് ഇങ്ങനെ പാടുമ്പോ കൃഷ്ണ നീ വേഗനേ ബാരോ, അപ്പം ആകാശ താമര പോലെ. അതായത് സെയിം തന്നെയാണ്. ഈ പാട്ടുകൾ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ. ഇപ്പൊ Change. അങ്ങനെ ചേഞ്ചുള്ള ഒരു 3-4 പാട്ടുകൾ നിങ്ങൾ പാടാം. അപ്പൊ നമ്മളൊരു പാട്ടിൽ അത് ചേഞ്ച് ആകുമ്പോൾ ആ പാട്ടിന്റെ രാഗം തന്നെ ആയിരിക്കും വരുന്നത്. അങ്ങനെ ഒരു 3-4 പാട്ട് പാടാം. അങ്ങനെ ഏതെങ്കിലും പാടിയാ മതി. അതിലേക്ക് ചേഞ്ച് വരും അടുത്ത പാട്ടിലേക്ക്. അത് ഒരേ രാഗത്തിലേക്ക് ഒരേ രാഗമാണ്. जब दीप जले आना, जब शाम ढले आना, संगीत मिलन का भूल न जाना, मेरा प्यार बिजराना. जब दीप जले आना, जब शाम ढले आना. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. നിലലാല ശുഭവേളയിൽ ലലലാല ലലലാല പ്രിയതേ മമ മോഹം നീ അറിഞ്ഞു, മമ മോഹം നീ അറിഞ്ഞു. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. ഇതാണ് ഇങ്ങനെ ചേഞ്ച് വരുന്നത്. ചിലവര് അത് ചേഞ്ച് വരും, ഇത് മനസ്സിലാക്കാത്തവരും കോപ്പി അടിക്കുമെന്ന് പറയും. അതെ 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 അങ്ങനെ വരാറുണ്ട്. രാഗങ്ങൾ അറിയില്ലാത്തവര്, ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരേ കല്യാണി എന്ന് പറഞ്ഞ അങ്ങനെ രാഗങ്ങൾ നമുക്ക് എല്ലാം ഒരേപോലെ അറിയാവുന്നവർക്കെല്ലാം അറിയുള്ളൂ, നമുക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ അത് ആ ചേഞ്ചിങ് ഒന്ന് പ്രഷർ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഞാൻ പാടി. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകനാരാ? ഒബ്വിയസ്ലി നമ്മള് ദാസേട്ടൻ. പിന്നെ അതിന്റെ താഴെ എനിക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ശങ്കർ മഹാദേവൻ സാറ്, ഹരിജി. ഇപ്പോൾ ഒരുപാട് വേറെ കുറെ പാട്ടുകാരുണ്ടല്ലോ, സിദ് ശ്രീറാം, പ്രദീപ് കുമാർ, അങ്ങനെ ഒരു കുറെ ഗായികമാർ. ചിത്രാമ്മ, ശ്രേയ ഘോഷാലുണ്ട്, ചിത്രാമ്മയുണ്ട്, സുജാത ചേച്ചിയുണ്ട്, ജാനകിയമ്മ. നിങ്ങൾ റിയാലിറ്റി ഷോ ഇപ്പോൾ മാർക്കറ്റ് ഇവരൊക്കെ അല്ലേ ഇരിക്കുന്നത്, ആ സമയത്തൊക്കെ ദേഷ്യം വരാറുണ്ടോ? പേടിയാണ്. ദേഷ്യമല്ല, ഇല്ല, ചിലപ്പോ നമുക്ക് ചിലപ്പം കഴിവുണ്ടാവും, പക്ഷെ അവരുടെ മുന്നിൽ എത്തുമ്പോ പേടിച്ചിട്ട് ചിലപ്പോ ഇതൊന്നും വരൂല. അപ്പൊ അതെല്ലാ എന്ത് കലാകാരന്മാരായാലും അതെ, നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും പേടി വരും. ജഡ്ജ് ചെയ്യാ, പിന്നെ ഇതുപോലെ ഇത്രയും വലിയ വലിയ ആൾക്കാരൊക്കെ മുന്നിൽ ഇരിക്കാന്ന് അറിയുമ്പോൾ നമുക്ക് ആകെ കൂടെ ഒരു കാലെന്ന് മുതൽ തലവരെ നമുക്ക് ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. അപ്പൊ ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നൊന്നും പുറത്തേക്ക് വരൂല. അപ്പൊ അങ്ങനെ വരുമ്പോ സങ്കടം ഉണ്ടാവും, പേടിയില്ല, അല്ല ദേഷ്യം സങ്കടം മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് ചില പാട്ടുകൾ ആളുകൾക്കുള്ള പ്രിയം, നമുക്ക് ഏറ്റവും ദുഃഖകരമായ പാട്ടുകൾ കേൾക്കാൻ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടം. അങ്ങനെ കുറേ സിനിമയുടെ പാട്ടുകൾ എനിക്ക് പെട്ടെന്നൊന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. നമുക്ക് കിരീടത്തിൽ തന്നെ അല്ലേ, കിരീടത്തിന്റെ ആ സോങ് നമുക്ക് എന്തോരം കേട്ടാലും മതി കേട്ടാ, ആ ലാലട്ടം പോകുന്ന അപ്പൊ ആ പാട്ട് വീട്ടിലേക്ക് നമുക്ക് കണ്ട് മോത്തതാണ്. ആ പാട്ടുകളൊക്കെ, അങ്ങനത്തെ പാട്ടുകൾ ഒരു കാലഘട്ടത്തിൽ വലിയ ഹിറ്റ്. ഇപ്പോഴത്തെ പാട്ടുകൾ എനിക്ക് ഇപ്പോഴത്തെ പാട്ടുകൾ നമുക്ക് വരികൾ കേൾക്കാൻ കഴിയാത്ത, കടന്നുകയറ്റം വളരെയായിട്ട് വരികൾ കേൾക്കാൻ കഴിയാത്ത സങ്കടങ്ങളുണ്ട്.
അങ്ങനെ നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടോ? അതെ, ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മളിപ്പോഴും പഴയ പാട്ടുകൾ തന്നെ പാടുള്ളൂ. ഇപ്പൊ കോമ്പറ്റീഷൻ എടുത്തു കഴിഞ്ഞാലും എല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും പാടുന്നൊക്കെ പഴയ പാട്ടുകളൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോഴത്തെ പാട്ടുകൾ വെച്ചാൽ നമ്മുടെ ട്രെൻഡ് മാറുന്നതനുസരിച്ച് ഓരോ പാട്ടുകൾ മാറി മാറി തന്നെ, നമുക്കൊന്നും ചെയ്യാനില്ല, കാലത്തിനനുസരിച്ച് പോവാന്നുള്ളത്. കിരീടത്തിലെ പാട്ടൊന്ന് രണ്ടിലേയും പാട്ട്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പെങ്ങോ മറഞ്ഞു ദൂരെ പുള്ളൂർ കുടം പോലെ തേങ്ങി. അതുപോലെ തന്നെ മമ്മൂക്കാട് ഒരു പടത്തിലെ കൗരവരാന്ന് തോന്നുന്നു അല്ലേ, അതിനകത്തൊരു പാട്ടുണ്ടല്ലോ മറ്റേ തിലൻ ചേട്ടനെയൊക്കെ. ആ സിനിമ എനിക്ക് ആ പാട്ടിൻ്റെ വരികൾ കിട്ടില്ല, അത് ഭയങ്കര ഫേമസ് ആയിരുന്നു ആ പാട്ട്. ആ സിനിമയുടെ വരികൾ പാട്ട് എനിക്ക് കിട്ടില്ല. മമ്മൂക്കായും തിലൻ ചേട്ടനൊക്കെ അഞ്ചു ഒക്കെ പാട്ട് എനിക്ക് കിട്ടുന്നത്, പക്ഷെ ഭയങ്കര പാട്ടാണ് അത്. ആ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ദൂരം കേട്ടാണ് നമുക്ക് മതി വരുന്നത് ആ പാട്ട്. അത് എനിക്കും ആ വരികൾ കിട്ടിയാൽ നിങ്ങൾക്കൊന്നും പാടിക്കുന്നത്. എനിക്ക് വരികളുണ്ട്, അത് കറക്റ്റ് വരികൾ കിട്ടുന്നുണ്ടോ ആ പാട്ടിന്റെ? അച്ഛൻ പക്ഷെ അത് ഗംഭീര അല്ലേ. അങ്ങനെ കുറേ കാലഘട്ടം. പിന്നീട് ലാലേട്ടൻ്റെ സിനിമകൾ പിന്നെ കുറേ പാട്ടുകൾ അടിച്ചുപൊളി പാട്ടുകളായിട്ട് വന്നു. ഇങ്ങനത്തെ പാട്ടുകൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു മമ്മൂക്കാടെ സിനിമയിലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുറേ ഫാമിലി ചിത്രങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഫീൽ ആ വെല്ലേട്ടനിലൊക്കെ ഒരു പാട്ട്, വാത്സല്യത്തിലെ പാട്ട് ഏതായിരുന്നു? അതൊരു വാത്സല്യത്തിലാണ് ഉണ്ണി വാവാവോ. പിന്നെ അല്ലല്ല, വാത്സല്യത്തില് മറ്റേ അലയും കാറ്റും ഹൃദയം, അത് ഭയങ്കര പാട്ടല്ലേ ആ പാട്ട്. അയ്യോ, അതെനിക്ക് വരികൾ അറിയില്ല, വല്ലാത്തൊരു പാട്ടാണ്. രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി. ഭയങ്കര പാട്ടാണ് അത്. ആ ചേട്ടൻ്റെ ആ ഒരു വോയിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ആ പാട്ടും ആ സീനൊക്കെ കാണാം. അങ്ങനെയാണ് മമ്മൂക്കാടെ ലാലേട്ടൻ ഒരു സിനിമകൾ നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചില പടങ്ങൾ തന്നെ പാട്ടുകളിലൂടെ ആ സമയത്ത് ഇറങ്ങിയ ധ്വനി എന്ന സിനിമ എന്തായിരുന്നു പാട്ടുകൾ അതിനകത്ത്. ഒരു 6-7 പാട്ട് അതിനകത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഖിനീൻ വാർമൂടി അങ്ങനെ ഒരു പാട്ട്. എനിക്കത് കറക്റ്റ് അറിയില്ല. ഭയങ്കര പാട്ടായിരുന്നു. ദൈവം കലാകാരൻ. അത് ജയറാമേട്ടൻ്റെ ഒരു വല്ലാത്ത അവിടെ സാറ് ഒന്ന് ശ്രമിച്ചിട്ട് എടുത്ത ഒരു സിനിമ. ഗംഭീര പാട്ടുകൾ. അങ്ങനെ നമുക്ക് പഴയ കാല സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. പുറയിലേക്ക് പോകുന്നതോറും നല്ല പാട്ടുകൾ. നിങ്ങൾക്ക് തമിഴിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് ഇളയരാജ, SP. ഇന്ന് നമുക്ക് SP-യുടെ കുറെ ഹിറ്റ് പാട്ട്. അത് നിങ്ങൾ പാടിയിരുന്ന ഹിറ്റ് പാട്ടാണ്. ഞങ്ങൾക്ക് SP സാറിന്റെ കൂടെ സ്റ്റേജിൽ ലൈവായിട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പോഴും മഴവിൽ മനോരമയിൽ ഇടയ്ക്കിടയ്ക്ക് അന്ന് ഒന്ന് താരാപഥം ആ പാട്ട്, അതിന്റെ കോറസൊക്കെ ഞങ്ങൾ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ SP സാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട്. അതൊരു മൊമെന്റ് ആയിരുന്നു, എപ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത്. നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിങ്ങി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം തീയുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിങ്ങി പോലെ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം തീയുന്നിതാ.
കോറസൊക്കെ ആ പാടി ഞങ്ങൾ കുറച്ച് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അയ്യോ അത് ഭയങ്കര ആ ഒരു ശബ്ദത്തിൽ നിന്ന് കേൾക്കുമ്പോ അതെ. പലരും പാടി കേട്ടിട്ടുണ്ട് ഈ പാട്ട്. അദ്ദേഹം അവര് അദ്ദേഹത്തിന്റെ രണ്ടാളും തന്നെ അവരുടെ കൂടെ തന്നെ നമുക്ക് പാടിയവർ തന്നെ കൂടെ പാടാൻ പറ്റും. അതും ഈ തൊട്ടടുത്ത് നിന്ന് നമുക്ക് കാണാൻ വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു അയ്യോ ഭാഗ്യമാണ്. വലിയ ഭാഗ്യമായിരുന്നു. അല്ലേ? വലിയൊരു ഭാഗ്യം. അദ്ദേഹമൊക്കെ നമ്മൾ വിട്ടുപിരിഞ്ഞു അതെ. അല്ലേ? അതൊക്കെ നമ്മുടെ മനസ്സിലെന്നും അതെ, അതെ. വ്യക്തമായിട്ട് നിൽക്കുന്ന ഞങ്ങൾ ആദ്യമായിട്ടും കാണുന്നതും അവസാനമായിട്ട് കാണുന്നതും അവിടെ 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 വെച്ചാണ് കാണുന്നല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുമ്പം ഏതെങ്കിലും ഇപ്പോൾ പറഞ്ഞു SP പറഞ്ഞു അതുപോലെ ഫേമസ് ആയ ഗായകർ ഉള്ള ഒരു സ്റ്റേജ് പുറത്തുനിന്ന്? ഞാനിപ്പോ ഞാൻ ഒരുപാട് എല്ലാ ഗായകർക്കും ഷോ ചെയ്യാറുണ്ട്. വിധുപ്രതാപ് ചേട്ടൻ, പിന്നെ ഉണ്ണിമേനോൻ സാറ്, ജോത്സ്ന, രഞ്ജിനി ജോസ്, പിന്നെ ഇപ്പൊ ഞാൻ എല്ലാവരുടെ കൂടെ ചെയ്യാറുണ്ട് പ്രോഗ്രാം. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരായിട്ട് എപ്പോഴും നല്ലൊരു കോണ്ടാക്ട് ഉണ്ട്. ഒരു സിനിമയിലേക്ക് ഒരു പിന്നണി എന്ന നിലയിലേക്ക് വരണമെന്ന് ആഗ്രഹമില്ല? തീർച്ചയായിട്ടും രണ്ടുപേർക്കുള്ള ആഗ്രഹമല്ലേ? തീർച്ചയായിട്ടും എല്ലാ ഗായകരോട് ചോദിച്ചാലും അത് തന്നെ ആയിരിക്കും പിന്നണിയിലേക്ക് വരാന്നുള്ളത്. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ട്രൈ ചെയ്തോണ്ടിരിക്കും. ഞാനൊരു മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു നമ്മുടെ ഉപ്പും മുളകും, അതിന്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പുമുളകില് അത് ഒരു 2019 അതിന്റെ ഒരു ആ സോങ്ങും അത്യാവശ്യം ഹിറ്റായതാണ്. അങ്ങനെ മ്യൂസിക് ചെയ്തിരുന്നു. പക്ഷെ അത് മ്യൂസിക് ചെയ്യുന്ന അറിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ ചോദിച്ചപ്പോ ചെയ്തു. പക്ഷെ നമ്മുടെ ആഗ്രഹം പിന്നണി ഗായകനും ഗായികയായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ വരും സമയമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ഇത്ര വർഷത്തെ യാത്രയിലായിട്ടുള്ളൂ. ഇതിലും കൂടുതൽ വർഷം യാത്ര ചെയ്തവരുണ്ട്. ഒരുപാട് പേര്. നമുക്ക് സ്റ്റേജിലെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റില്ല, അല്ലാതെ ഒരുപാട് നല്ല പാട്ടുകാരും വെളിയിൽ ഉണ്ട്. നമ്മൾ എത്രയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ ഒത്തിരി ഗായകമാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഒത്തിരി പാട്ടുകാരും വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പാട്ടുകാർ വരുന്നുണ്ട്. റിയാലിറ്റി ഷോയ്ക്ക് അപ്പുറമാണ് സ്വയം നമുക്ക് പാടിയിടാം, നമ്മുടെ സുഹൃത്തുക്കൾ ഇടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. നമ്മൾ നിർത്തുന്നതിന് മുമ്പ് മനോഹരമായ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒക്കെ പാടി, ഇനിയും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയമുള്ള ഒരു പാട്ട് പാടി അവസാനിക്കും. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ നനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ വണ്ടുലഞ്ഞ മലർ പോലെ പാൽനിലാവിനിതൾ പോലെ ഉള്ളിലുള്ളിലൊരു മോഹം, അതിലിന്ദ്രനീലലയ ഭാവം, കുങ്കുമമേഘം കുളിര് കൂരും കുരുമൊരു മഞ്ഞള പോലെയുലാവാം, അമ്പിളി നാളം പതിയെ മീട്ടുമൊരു തമ്പുരു പോലെ തലോടാം. അങ്ങനെ തലോടി തലോടി ജീവിതം മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നവരെ നിങ്ങൾ മുന്നോട്ട് പോവാം. എനിക്കറിയാവുന്നവരടുത്ത് ഞാൻ പറയുന്നതായിരിക്കും ഇവരുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. പാട്ടുകൾ കേൾക്കുന്നവരാണല്ലോ, എനിക്കും കുറേ ബന്ധങ്ങളുണ്ടല്ലോ. നമുക്ക് പരിശ്രമിക്കാം, യാത്ര മുന്നോട്ട് പോവാം. ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം. ഞാനും ഇങ്ങനെ പോയി ചെയ്യാറില്ല. നമ്മുടെ ഓഫീസിലൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കിച്ചണിലേക്ക് എത്തിച്ചേണമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ പാട്ടുകൾ ഇവിടെ നിന്നാണ് വൈറലായത്. അത് നിങ്ങളുടെ സ്വന്തം കിച്ചണിൽ വന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച്.